ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിലും കൊല്ലം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കൊല്ലത്തിന്റെ പൊതുവികസനത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നില്ല. അവർക്ക് ചില പ്രപ്പോസൽസ് ഉണ്ട്. ഇപ്പം ചിന്നക്കട മേൽപ്പാലത്തിന്റെ അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഗവൺമെന്റ് ഒരുപാട് സഹായങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുണ്ട്. അത് 24-ാം തീയതി രാവിലെ ഞാനും ബഹുമാനപ്പെട്ട ബിന്ദു കൃഷ്ണ മിനിസ്റ്ററും ടൂറിസം മിനിസ്റ്റർക്കും സൗകര്യമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുമായി ചേർന്ന് കൊല്ലത്തിന്റെ ഒരു സമഗ്രമായ പട്ടണത്തിന്റെ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചയും അതിൽ ഗവൺമെന്റിന്റെ എല്ലാ സഹായവും എങ്ങനെ ലഭ്യമാക്കാവുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ആയി മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായിട്ട് ചുമതലയുള്ള കൊല്ലം ജില്ലയുടെ അല്ലല്ല, അത് ഞാൻ ചുമതലയുള്ള മന്ത്രി എന്നുള്ളതിൽ ഞാനും ബിന്ദു കൃഷ്ണയും CP വിശ്വനാഥ് കോർപ്പറേഷന്റെ ഭാഗമായി വരുന്നില്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊല്ലത്തിന് ഏറ്റവും സംഭാവന ചെയ്യാവുന്ന ടൂറിസം അടക്കമുള്ളതുകൊണ്ട് PC വിശ്വനാഥിന്റെ സമയം കൂടെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് 24-ാം തീയതി കൊല്ലത്തിന്റെ ഒരു സമഗ്ര വികസനത്തിന്റെ ഒരു പദ്ധതി രൂപരേഖ തയ്യാറാക്കാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്രയുമാണ് കൊല്ലവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പങ്കിടാനുള്ളത്. അതായത് നിങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ഞാനിപ്പോൾ 2 മാസമായി കാണാത്തത് അത് മറ്റൊന്നും കൊണ്ടല്ല. 5 ദിവസം കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രിയും 2 ദിവസം പൂർണ്ണമായി ചവറയുടെ MLA യും എന്നുള്ള ഒരു വർക്ക് ഡിവിഷനായിപ്പോയി. ഞാൻ ഇപ്പോൾ കൊല്ലത്തോലും അല്ല താമസിക്കുന്നത് പലപ്പോഴും. അതുകൊണ്ട് പഴയതുപോലെ കാണാൻ സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഏതാവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പൊതു ആവശ്യത്തിന് സമീപിക്കാവുന്നതാണ് എന്നുകൂടെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അല്ല, കാട്ടുപന്നിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനെ വെർമിനായിട്ട് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു നമ്മുടെ ആവശ്യം. അതാകുമ്പോൾ കർഷകർക്ക് തന്നെ ഇത് കൊല്ലാം. കൊല്ലുന്നത് വെർമിനാണെങ്കിൽ കഴിക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ അതിനെ സംസ്കരിക്കണം, ഇൻസിനറേറ്റ് ചെയ്യണം എന്നാണ് നിയമം പറയുന്നത്. എന്നിട്ട് നമുക്കത് കഴിക്കണമെന്നുള്ളതല്ല പ്രാധാന്യം. ഇത് ഫലപ്രദമായി ചെയ്യണമെങ്കിൽ വെർമിനായി കഴിഞ്ഞാൽ കർഷകർക്ക് തന്നെ അത് കൊല്ലാനുള്ള അധികാരം കിട്ടുമെന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേന്ദ്രം അതിനോട് യോജിക്കുന്നില്ല. കേന്ദ്രം അതിലെടുത്ത നിലപാട് ഇപ്പോൾ തന്നെ നിയമപരമായി തന്നെ നിയമവിധേയമായി പന്നികളെ കൊല്ലാനുള്ള ഒരു പ്രക്രിയയുണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഓണററി വൈൽഡ് ലൈഫ് വാർഡനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവിടുത്തെ ഷൂട്ടേഴ്സിനെ അവർ എൻറോൾ ചെയ്തിട്ടുണ്ട്. ആ ഷൂട്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് കൊല്ലാമെന്നുള്ളതാണ്. അങ്ങനെ കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞ് നിങ്ങളിപ്പോൾ കൊല്ലുന്നുണ്ടല്ലോ, അതുകൊണ്ട് ആ പ്രക്രിയ മുന്നോട്ട് പോകുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷൂട്ടറിനെ വന്നാൽ തന്നെ ഷൂട്ടേഴ്സിന്റെ കുറവുണ്ട്. ഒരു ഷൂട്ടർ വന്നാൽ 3-4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം നിന്നാൽ അവർ പന്നിയെ കണ്ടു കിട്ടുന്നതും കൊല്ലുന്നതും അതൊക്കെ വലിയ സാങ്കേതികമായ തടസ്സങ്ങളുള്ളത് കൊണ്ട് കുറെ കൂടെ ഷൂട്ടേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഈ 21-ാം തീയതി വനാതിർത്തി പങ്കിടുന്ന എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ചിട്ടുണ്ട്. അവരുമായിട്ടൂടെ ചർച്ച ചെയ്തിട്ട് ഇതിന്റെ കാടിന്റെ പുറത്ത് ഉള്ള കാട്ട് പന്നിയെ സംബന്ധിച്ചിടത്തോളം അത് വരുത്തുന്ന ദോഷത്തിൽ നിന്ന് ലഘൂകരിക്കാൻ അതിനെ ആവശ്യം എങ്ങനെ കൊല്ലാൻ സാധിക്കുന്ന എന്നുള്ളത് ഗൗരവമായി കണക്കാക്കുന്നത്. അതൊന്നും കിട്ടത്തില്ല. അതൊന്നും നമുക്ക് ചെയ്യുന്നത് അത് പഞ്ചായത്ത് തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. പഞ്ചായത്ത് കൊടുക്കണം. അതിന് 1500 രൂപ ഒരെണ്ണത്തിനെ കൊല്ലുന്നതിനും സംസ്കരിക്കുന്നതിനും 2000 രൂപ എന്നുള്ളതാണ്. അതൊക്കെ പഞ്ചായത്തുകളിലൂടെ സഹകരിക്കണമല്ലോ. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രം ഉത്തരവാദിത്തമല്ലല്ലോ. ഇത് കാടിന് വിട്ട് നാട്ടിലേക്ക് വന്നത് നേരത്തെ അതിനെ കൊല്ലുന്നതിന് തടസ്സം നിന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇപ്പോൾ കൊന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരുമായിട്ട് സഹകരിച്ച് വേണം ആ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. ഒരു പരീക്ഷണം. കാരണം ഏറ്റവും ആനയ്ക്ക് ബലഹീനതയുള്ളത് ചക്കയാണ്. നമ്മൾ പലപ്പോഴും അറിയാവുന്നത് ചക്ക ഉണ്ടെങ്കിൽ അത് എത്തും എങ്ങനെയും. അതിന്റെ മണം 1-2 കിലോമീറ്റർ കിട്ടും. എന്നാൽ പലപ്പോഴായി കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കർഷകരുടെ അടുത്ത് വനാതിർത്തിയിലുള്ള പ്ലാവ് വെട്ടിക്കളയണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്നതല്ല.
ഒരു സംഘർഷത്തിനിരയാകുന്നത്. അവർക്ക് ചെറുതാണെങ്കിലും ഒരു വരുമാനം കിട്ടും. എന്നാൽ അത് ഒരു പരീക്ഷണാർത്ഥം ഈ അടുത്ത ചക്ക സീസൺ വരുമ്പം പൈലറ്റ് പോലെ നമ്മൾ ചില പ്രദേശങ്ങൾ, രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങളിൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കും. അതിനെന്തേലും ഫലം ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ. ഇതുകൊണ്ട് മാത്രം ആന വരാതിരിക്കുമെന്നല്ല പറയുന്നത്. അതിൻ്റെ പല ഘടകങ്ങൾ ഒന്നായി കണ്ടുകൊണ്ട് അത് നമ്മൾ പരീക്ഷിച്ച് നോക്കുകയാണ്. ഫലം കണ്ടാൽ വനാതിർത്തിയിലേക്ക് മൊത്തം വ്യാപിപ്പിക്കും. പക്ഷെ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. നിങ്ങൾക്കറിയാം വനാതിർത്തിയുടെ അവിടുത്തെ ടെറൈൻ എത്ര ഡിഫിക്കൽട്ടാണ്, അവിടെ ആര് ചെന്ന് പറിക്കും, ഇതൊക്കെ ചില വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പൈലറ്റ് പ്രോജക്റ്റ് റൺ ചെയ്തിട്ട് ഇതാണ്. ചിലരൊക്കെ അത് പരിഹസിക്കുന്നുണ്ട്. അല്ല, പരിഹസിക്കുന്നവർ അവരുടെ ബുദ്ധി അനുസരിച്ച് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രായോഗിക പരീക്ഷണങ്ങൾ, ഈ കർഷകൻ, കേരളത്തിൻ്റെ ഒരു സവിശേഷത എന്താണ്? കേരളത്തിൽ ഭൂമിയിന്മേലുള്ള സമ്മർദ്ദം വളരെ വലുതാണ്. തീരപ്രദേശമാകെ തീരപരിപാലന നിയമത്തിന്റെ സമ്മർദ്ദത്തിലിരിക്കുന്നു. കേരളത്തിന്റെ മധ്യഭാഗത്തേക്ക് പോകുമ്പം വെറ്റ്ലാൻഡ് ആക്ട്, പാഡി ആക്ട് വരും. മലയോര മേഖലയിലേക്ക് പോകുമ്പോഴത്തേക്കിന് ഉണ്ടാകുന്ന എൻവയൺമെന്റൽ ആക്ടുകളും തടസ്സങ്ങൾ. അങ്ങനെയുള്ള അന്നേരം ഭൂമിയുടെ പുറത്ത് വലിയ സമ്മർദ്ദമുണ്ട്. കേരളത്തിന്റെ മാത്രം വനമെന്ന് പറഞ്ഞാൽ ബാക്കി ഇന്ത്യ രാജ്യത്ത് അങ്ങനില്ല. വനം കഴിഞ്ഞാൽ ഒരു കർഷകനാണ്, വനാതിർത്തി എന്ന് പറയുന്ന കർഷകൻ. ഒരു കാലഘട്ടത്തിൽ ഗവൺമെന്റുകൾ പ്രോത്സാഹിപ്പിച്ചതിനാണ്, നിങ്ങൾ പോയി കൃഷി ചെയ്യുക, കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചതാണ്. പക്ഷെ അതൊരു കട്ട് ഓഫ് വന്നിട്ടുണ്ട്. എന്നാലും തൊട്ട അതിർത്തിയിലൊരു വനമാണ്, ഒരു കർഷകനാണ്. എന്നാൽ ഇത് വരുമ്പോൾ ആ കർഷകന്റെ താല്പര്യങ്ങളും നമ്മൾ സംരക്ഷിക്കണം. വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വനവും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതാണ് പ്രധാന ഉത്തരവാദിത്തമെങ്കിലും കർഷകന്റെ താല്പര്യങ്ങളൂടെ ഉണ്ടാകണം. അവിടെ കർഷകനെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് ഈ കൺസർവേഷനും ആയി മുന്നോട്ട് പോകാനും. ഇപ്പൊ തന്നെ കൺസർവേഷനിൽ നമ്പർ 1 മോഡല് കേരളമാണ്, അതെല്ലാവരും അംഗീകരിക്കുന്നത്. പക്ഷെ ഞാൻ അതിനോട് എപ്പോൾ ഇവര് കേന്ദ്രമന്ത്രിയുടെ അടുത്തും പറയുന്ന, ബാക്കി ഇന്നലെയും ഒരു ഡെലിഗേഷൻ വന്നു പറഞ്ഞത്, ഞങ്ങൾ കൺസർവേഷനിൽ നമ്പർ 1 ആണെങ്കിലും അതിന്റെ വിലയാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ പോച്ചിങ് ഇല്ല, മൃഗങ്ങളുടെ എണ്ണം കൂടി, വനം സംരക്ഷിക്കപ്പെടുന്നു, പക്ഷെ അതിന്റെ തിക്തഫലവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിലും കേരളം ആണ് മോഡൽ. അത് കുറച്ചുകൂടെ വികസിപ്പിച്ചെടുത്ത്, ഇത് നമ്മുടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, കർഷകരുടെയും പഞ്ചായത്തുകളുടെയും എല്ലാവരുടെയും കൂടെ സഹകരണത്തോടു കൂടി ഇതിനെ നേരിടണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോളിസി.